ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, 8ാമത്തെ ചാപ്റ്റർ, അതായത് റീജിയണൽ ആസ്പിറേഷൻ അഥവാ പ്രാദേശിക ഉത്കർഷേച്ഛകൾ. അതാണ് പുതിയ ചാപ്റ്ററിൻ്റെ പേര്. അല്ല, നമുക്ക് നോക്കാനുള്ളത് ശരിക്കും ഈ പ്രാദേശിക പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ, പിന്നെ അങ്ങനെ അതുപോലെ അവരുടെ പൊതുവായ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രശ്നങ്ങളും നമ്മുടെ രാഷ്ട്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് പ്രദേശവും ദേശവും. അപ്പോൾ ആദ്യം ദേശം എന്താണെന്നറിയണം. അതായത് പൊതുവായ സംസ്കാരം, അതുപോലെ നരവംശ പൈതൃകം, ഇതൊക്കെ ഉൾക്കൊള്ളുകയും അതിനെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന പ്രദേശത്തെ, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്, ദേശം എന്ന് പറയുന്നത്. ഈ ദേശങ്ങളെല്ലാം കുറേ ദേശങ്ങൾ കൂടി ചേരുമ്പോൾ അതെന്താവുന്നു, ദേശരാഷ്ട്രം ആയി മാറുന്നു. അതിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ദേശരാഷ്ട്രങ്ങളിൽ വരുന്നതാണ്. കാരണം ഏകദേശം ഒരേ ഭാഷ, ഒരേ സംസ്കാരം, അതുപോലെ ഒരേ നരവംശ പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക പ്രത്യേകത, ഇതൊക്കെ ഒരുപോലുള്ള പ്രദേശങ്ങൾ കൂടി ചേർന്നതാണ് ഇത് ദേശരാഷ്ട്രങ്ങൾ. അപ്പോൾ ഈ ദേശരാഷ്ട്രങ്ങൾക്ക് ഉദാഹരണമാണ് ഇതൊക്കെ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയൊക്കെ. ഇനി ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രദേശം എന്ന് സൂചിപ്പിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമോ ഭാഷാപരമോ മറ്റേതെങ്കിലും സമാനതകളോ ആയി ഉൾപ്പെടുന്ന ഒരു കൂട്ട ആളുകൾ കൂടി ചേർന്ന് നിൽക്കുന്ന ജീവിക്കുന്ന ഒരു ഇടം, അതിനാണ് എന്ത് പറയുന്നത്, പ്രദേശം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് പ്രാദേശികപരമായിട്ട്, ഒന്നുമില്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട്, അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് ഒരുമിച്ച് ഒരേ പ്രത്യേകതയുള്ള പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്, പ്രദേശം എന്ന് തന്നെ പറയുന്നത്. ഇനി ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പ്രദേശമാണ് വലുത്, ഞങ്ങളുടെ പ്രദേശത്തിന് പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൽ കണ്ടതാണ് കഴിഞ്ഞ ചാപ്റ്ററിലെ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനം ഓർമ്മ ഉണ്ടല്ലോ. ഫസൽ അലി കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1956 ഒരുപാട് സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ഇതൊക്കെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഈ പ്രാദേശിക പ്രശ്നത്തെ അല്ലെങ്കിൽ പ്രാദേശികതയെ ഇന്ത്യൻ സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ കൂടിച്ചേർന്ന വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ എന്ത് ചെയ്യണം, ഈ രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ ഈ പ്രാദേശികതയും അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ സമീപനം ഇതിലെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വിവിധ ഭാഷാ ഗ്രൂപ്പുകൾക്കും അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ നമ്മുടെ കേരളം. നമ്മുടെ ഭാഷാ സംസ്കാരത്തിനൊക്കെ പ്രത്യേകം പ്രാധാന്യം നൽകുന്നില്ലേ. പിന്നെ സംയുക്ത ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ആദിവാസി വിഭാഗങ്ങൾ, അവരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ജീവിത രീതിയുണ്ട്. അതിൻ്റെ കോട്ടം തട്ടാതെ, അവരുടെ ഇടയിൽ കയറി ചെല്ലാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ്. പിന്നെ നാനാത്വം ഏകത്വം എന്ന ആശയം അറിയാലോ. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നാനാത്വത്തിൽ ഏകത്വം എന്നത് തന്നെയാണ് നമ്മുടെ സവിശേഷത. അതായത് വ്യത്യസ്തതയിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു. പിന്നെ ദേശം, പ്രദേശത്തിനെതിരോ നിഷേധത്തിനോ ആകാതിരിക്കുക. അതായത് നമ്മുടെ ദേശം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ കൂടി ചേർന്നതല്ലേ, ദേശരാഷ്ട്രം. അതായത് കേന്ദ്രം എന്തിനെതിരല്ല, ഈ പ്രാദേശികതയ്ക്ക് എതിരല്ല എന്നാണ് പറയുന്നത്. പിന്നെ സാംസ്കാരിക വൈവിധ്യം ഒരിക്കലും എന്താവരുത്, നാടിന് ഭീഷണിയാവരുത്. അതായത് ഞങ്ങളുടെ സംസ്കാരമാണ് വലുത്, അപ്പോൾ ഞങ്ങൾ നിലനിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ മറ്റ് സംസ്കാരത്തെ ചവിട്ടിത്താഴ്ത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണത, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ പ്രാദേശികതയെ ജനാധിപത്യവൽക്കരിക്കുക. നമുക്ക് ഇലക്ഷൻ തന്നെ, ഇപ്പോൾ നമ്മളിതാ പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതെന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ആ പ്രദേശത്തിന് തന്നെയാണ്, അവിടുത്തെ ഭരണത്തിനും അവിടുത്തെ നിലനിൽപ്പിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രാദേശികതയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കലാപങ്ങൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നം.
മറ്റൊന്ന് ദ്രാവിഡ പ്രസ്ഥാനം, മറ്റൊന്ന് പഞ്ചാബ് പ്രസ്ഥാനം, മറ്റൊന്ന് വടക്ക് കിഴക്ക് മേഖലയിൽ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ 4 പ്രശ്നങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തത് നോക്കാം, ജമ്മു കാശ്മീർ. ഈ ജമ്മു കാശ്മീർ ഇന്ത്യക്ക് എന്നും ഒരു തലവേദനയാണ്. എന്നും ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും, അത് ഹിസ്റ്ററി ആവട്ടെ പൊളിറ്റിക്സ് ആവട്ടെ, എടുത്തു നോക്കിയാലും നമുക്ക് പിന്നെ പഠിക്കാനുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഇത് ജമ്മു കാശ്മീർ. അതായത് ഇന്ത്യയുടെ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെടുന്നതാണിത്. ഇനി ഈ ജമ്മു കാശ്മീരിൻ്റെ മേഖലകളെ പ്രധാനമായിട്ട് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് ജമ്മു, അതായത് സമതല പ്രദേശമാണ്, ചെറു കുന്നുകൾ അടങ്ങുന്ന പ്രദേശമാണ്. ഇവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിംസും സിഖുകാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ഏരിയയാണ്. 2 കാശ്മീർ, ഇത് കാശ്മീർ താഴ്വരയാണ്, കാശ്മീരിയാണ് ഇവിടുത്തെ ഭാഷ, ഭൂരിഭാഗവും മുസ്ലിംസാണ്. പിന്നെ ഹിന്ദു ന്യൂനപക്ഷം, കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷം അവിടെ ഉണ്ട്. പിന്നെ 3ആമത്തെ ലഡാക്ക്, ഇതെന്ന് പറഞ്ഞാൽ മലമ്പ്രദേശമാണ്, ജനസംഖ്യ കുറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ബുദ്ധിസ്റ്റുകളും മുസ്ലിംസുമാണ് ഉള്ളത്. ഇങ്ങനെ 3 മേഖലകളായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം 47 ഇന്ത്യ വിഭജനം നടന്നല്ലോ. അപ്പോൾ ഈ ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെയാണ് നമുക്ക് എന്ത് നൽകിയത്, സ്വാതന്ത്ര്യം നൽകിയത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നൽകിയതിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് ഒന്നുമില്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം, ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് പോണ പോക്കിലൊരു ചവിട്ട് എന്നുള്ള ഒരു രീതിയായിരുന്നു. കാരണം നമ്മളതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു ആ ഒരു നിയമത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാശ്മീരിൽ രാജാ ഹരിസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാട്ടുരാജാവായിരുന്നു നിലനിന്നിരുന്നത്. ഇദ്ദേഹത്തിനായിരുന്നു സ്വതന്ത്രമായിട്ട് നിൽക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഈ കാശ്മീരിലൊരു പ്രശ്നമായിരുന്നു, ഭൂരിഭാഗം മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇന്ത്യ പാക് വിഭജനം വന്നപ്പോൾ പാകിസ്ഥാനോട് ചേരാനാണ് നല്ലൊരു വിഭാഗം ജനതയും ആശിച്ചിരുന്നത്. എന്നാൽ അന്ന് അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതായത് നാഷണൽ കോൺഫറൻസ് എന്നൊരു പാർട്ടി. അതിൻ്റെ നേതാവായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു, പാകിസ്ഥാന് ചേരാനായിരുന്നില്ല, ഇന്ത്യൻ യൂണിയനോട് ചേരാനായിരുന്നു താല്പര്യം. അങ്ങനെ രാജാവിനാണെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാനും. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിലൊന്ന് കൈകടത്താൻ ഇന്ത്യക്ക് പറ്റാത്തൊരവസ്ഥയും. അപ്പോൾ അന്ന് ആ സമയത്ത് ആഭ്യന്തരവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ പട്ടേലിൻ്റെയും പട്ടേൽ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുകയാണ്. അപ്പോൾ പട്ടേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു വിഷയമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാനിലെ ഗോത്രവർഗം എന്ത് ചെയ്തത്, ഈ കാശ്മീർ ആക്രമിച്ചപ്പോൾ ഇത് ഹരിസിംഗിൻ്റെ കയ്യിൽ നിന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യ ഗവൺമെൻറ്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ സഹായം ചെയ്യാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ യൂണിയനോട് ചേരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യൻ യൂണിയനോട് ചേരുകയാണ് ചെയ്തത്. അതിലെന്ത് ചെയ്തു, ലൈന കരാറിൽ ഒപ്പിട്ടിട്ട് അവിടെ ചേർന്നു. അങ്ങനെ അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് അബ്ദുള്ള എന്ത് ചെയ്തു, അധികാരത്തിൽ വരികയാണ്. പ്രധാനമന്ത്രിയായി എന്നാണ് പറയുന്നത്. കാരണം അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നു, ഷെയ്ഖ് അബ്ദുള്ള വരികയാണ് ചെയ്തത്. ഇനി ഇവിടെ ഈ കാശ്മീർ അധിനിവേശ പ്രദേശങ്ങളെ ചൊല്ലി ഭയങ്കര തർക്കമായിരുന്നു. എന്താ കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാൻ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. ആക്രമിച്ചപ്പോൾ ഈ കാശ്മീർ താഴ്വരയുടെ നല്ലൊരു ഭാഗം അവർ കൈവശപ്പെടുത്തി. അപ്പോൾ കൈവശപ്പെടുത്തിയപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രദേശമാണ്, നമ്മൾ പറയുന്നത് നമ്മുടെ പ്രദേശമാണ്. അവസാനം ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഇതിൽ ഇടപെട്ടപ്പോൾ എന്ത് പറഞ്ഞു, ഇനി ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇന്ത്യയും കൈപ്പിടിക്കുക, പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് പാകിസ്ഥാനും കൈവശപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ നല്ലൊരു പ്രദേശം ആരുടെ കയ്യിൽ പോയി, പാകിസ്ഥാൻ്റെ കയ്യിൽ പോയി. അതാണ് അധിനിവേശ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും എന്ത് ചെയ്താണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ആന്തരിക തർക്കങ്ങൾ, അത് ബാഹ്യ തർക്കമാണ്. ആന്തരികം എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള തർക്കം 370 വകുപ്പ് 370 നിങ്ങൾക്കറിയാലോ. കാശ്മീരിന് സ്വതന്ത്ര പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വകുപ്പാണ് 370. ഈ വകുപ്പ് പ്രകാരം കാശ്മീരിന് എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം, സ്വതന്ത്രമായിട്ട് ഭരിക്കാം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ യൂണിയൻ ആണെങ്കിൽ തന്നെ അതെന്തായിരുന്നു, ഒരു സ്വതന്ത്ര ഭരണ വ്യവസ്ഥയായിരുന്നു ഈ കാശ്മീരിനുണ്ടായിരുന്നത്.
അപ്പോൾ അത് 2002 വരെ ഇത് തർക്കത്തിലും പ്രശ്നത്തിലൊക്കെ അങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നീട് അതൊരു സമവായത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ, ഇപ്പോൾ എന്ത് ചെയ്തു, മോദി സർക്കാർ വന്നപ്പോൾ കാശ്മീരിനെ 370 ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്തു, ഇന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനോട് കൂട്ടിച്ചേർക്കുകയും അതിനിപ്പോൾ കാശ്മീർ എന്തായി മാറി, ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. ഈ 370 വകുപ്പിൻ്റെ പ്രത്യേകതകൾ മാത്രമാണ് പറയുന്നത്. ഇത് പല ക്ലാസ്സുകൾ, അതായത് +1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്, ഏത് ഈ കാശ്മീരിൻ്റെ പ്രശ്നം വരുന്നത്. ഇനി അന്നത്തെ ആ ഒരു വിഭാഗീയത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, വിഭാഗീയതയും അതിനപ്പുറവും എന്ന് പറയുമ്പോൾ ഒന്ന് സ്വതന്ത്രമായൊരു കാശ്മീർ രാഷ്ട്രം രൂപീകരിക്കണം, അതായിരുന്നു അവരുടെ ഒരാവശ്യം. പിന്നെ പാകിസ്ഥാനിൽ ലയിപ്പിക്കുക, കാശ്മീർ എന്ത് ചെയ്യുക, പാകിസ്ഥാനിൽ ലയിപ്പിക്കുക എന്നായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. പിന്നെ ജമ്മു കാശ്മീരിന് കൂടുതൽ സ്വയംഭരണാവകാശം നൽകുക. അപ്പോൾ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു, കാശ്മീരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏതിലാണ് വരുന്നത്, പ്രാദേശിക തർക്കങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേശമെന്ത്, പ്രദേശമെന്ത്. ദേശം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരേ സംസ്കാരവും അതുപോലെ ഒരേ ജനറ്റിക്കലായിട്ടുള്ള, അതായത് നമ്മുടെ നരവംശപരമായിട്ടുള്ള പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിനാണ് ഇത് പറയുന്നത് ദേശം എന്ന് പറയുന്നത്. അതിൽ ഈ ദേശങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് എന്ത്, ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം തന്നെ, ഒരുപാട് ദേശങ്ങൾ ഉൾപ്പെട്ടതല്ലേ ഒരു രാജ്യം തന്നെ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നത്തെ ചൊല്ലി നമുക്ക് മനസ്സിലാക്കുന്നത്. ബാക്കി അടുത്ത ഇതിൽ നോക്കാം.